ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. നമ്മള് ഇന്നത്തെ ശ്രീമൻ നാരായണീയം ഇന്നത്തെ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ദശകമാണ് അവതരിപ്പിക്കുന്നത്. 10ാം ദശകമായ സൃഷ്ടിഭേദവർണ്ണനം. ഈ ദശകം ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാമരോഗരാശിൻ നിരുന്ധി വാതാലയ വാസവിഷ്ണു. നമ്മളിപ്പോ ജഗത് സൃഷ്ടിയിലാണുള്ളത്. ബ്രഹ്മാവ് ജഗത്തിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ട് ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ 9ാമത്തെ ദശകം നമ്മൾ ഇന്ന് മുഴുവനായിട്ട് വായിക്കാം. അത് കഴിഞ്ഞിട്ട് 10ാം ദശകത്തിലേക്ക് പോകാം. 9ാമത്തെ ദശകത്തില് നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് വായിച്ചു. അതിന്റെ ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം. സ്ഥിതസ്സ കമലോദ്ഭവഃ തപഹിനാഭിപങ്കേരുഹേ കുതശ്ചിത്തിദം അംബുദോ ഉദിതം ഇതി അനാലോകയൻ. സ്ഥിതകസ്സ കമലോദ്ഭവ സ്തവഹിനാഭിപങ്കേരുഹേ കുതഃ സ്ഥിതമംബുദാവുദമിതി മിത്യനാലോകയൻ. തദക്ഷീണ കുതൂഹലാത് പ്രതിദിശം വിവർത്താനന ചതുർബദനതമാഗ്വദ്വിഗ ദൃഷ്ടദൃഷ്ടാംബുജാം മഹാർണവ വികൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവതനും തു നാലോകയൻ. കയേഷ കമലോദരേ മഹലിന് സഹായോഗ്യഹം കുതഃ സ്ഥിതിം ദത് അംബുജം സമജനതി ചിത്തമഗാത് കുതഃ സ്തുതിദം അംബുജം സമജീനേതി ചിന്തമാഗത്. അമുഷ്യ ഹി സരോരുഹഃ കിമപി കാരണം സംഭവേ ലിരിസ്മകൃത നിശ്ചയസു ഖലു നാളരന്ധ്രാധ്വനാം. സ്വയോഗ ബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ സുദീയമതിമോഹനം നതു കളേബരാൻ ദൃഷ്ടവാൻ. തദസകലനാലികാ വിവരമാർഗോ മാർഗയൻ പ്രയസ്സതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ. നിർവൃത കമലോദരേ സുഗനിഷണ്ണ ഏകാഗ്രതീഃ സമാധിബലമാദദേ ഭവദനുഗ്രഹൈ ഏകാഗ്രഹീ. ശതേന പരിവത്സരൈ ദൃഢസമാധിബലോല്ലസത് പ്രബോധവശതീകൃത സകലു പത്മിനി സംഭവഃ. അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദശ വ്യചഷ്ടു പരിതുഷ്ടിതീഃ ഭുജഗഭോഗാശ്രയം. കിരീടമുകുടോല്ലസ കടകഹാരകേയൂരയുങ് മണിസ്ഫുരിതമേഖലം സുപരിത വീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതല ഉല്ലസത് കൗസ്തുഭം വപുസ്തലൈ ഭാവയേ കമലജന്മേ ദർശിതം. ശ്രുതിപ്രകാര ദർശിത പ്രചര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്വാ ദൃശോ പുരുഷദീയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മടാ ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണ ബംഹിമാ പാഹി മാം. ലഭസ്വ ഭുവനത്രയീ രചന ദക്ഷതാമക്ഷതാം ഗ്രഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിതേ. ഭവത്വകില സാധനീ മയി ച ഭക്തരത്യുത്കടേ തുധീര്യമിരമാദാ മുദിത ചേതസം വേദസം. ശതം കൃതതപസ്തതഃ സകലു ദിവ്യ സംവത്സര നവാപി ച തപോ ബലം മതിബലം ച പൂർവാധികം. ഉദ്ദിശ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവന പാദസി പീതവാൻ. തവൈവ കൃപയാ പുനഃ സരസി ജനെ തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ. തദാവിധ കൃപാപരോ ഗുരുത്മരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോ ഉഷിതൈഃ ഈഷിതൈഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോവാം. 10ാമത്തെ ദശകം സൃഷ്ടി ഭേദ വർണ്ണനം. എങ്ങനെയാണ് ഓരോ സൃഷ്ടി
ഉണ്ടാക്കുന്നത്. ഓരോ ചെടി കൊടി മരങ്ങൾ വൃക്ഷങ്ങൾ മൃഗങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പത്തിന്റെ തുടക്കമാണ്. അപ്പോൾ കൽപ്പത്തിന്റെ തുടക്കത്തിൽ പത്മകൽപ്പത്തിന്റെ തുടക്കത്തിലാണ് ബ്രഹ്മാവിനെ മഹാവിഷ്ണു സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് അനുപാത്മകൽപ്പേ എന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പൊ ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത സൃഷ്ടിക്കുന്ന ചുമതലകളൊക്കെ ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന ശ്ലോകങ്ങളുടെ സാരാംശം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സൃഷ്ടിഭേദവർണ്ണനം 10ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകം വായിക്കാം. വൈകുണ്ഠവർത്തിത ബലോ അധ പ്രവർത്തിസാധ അംബോജയോ നിരസൃജത് കില ജീവദേവാൻ സാസ്തൂനി പുരൂഹമയാനി തഥാ തിരഞ്ചാം ജാതിം മനുഷ്യനിവഹാന വിഭാവഭേദാൻ അതിദേവഭേദാൻ വൈകുണ്ഠവർത്തിത ബലോദ ഭവത്പ്രസാദാത് അംബോജയോനി അസൃജത് കില ജീവദേഹാൻ സാസ്നൂനി ഭൂരഹമയാനി തഥാ തിരഞ്ചാം ജാതിം മനുഷ്യനിവഹാനവി ദേവഭേദാൻ വൈകുണ്ഠവർത്തിത ബലോദ ഭവത്പ്രസാദാത് അംബോജയോഃ നിരസൃജത് കില ജീവദേഹാൻ സാസ്നൂനി ഭൂരഹമയാനി തഥാ തിരഞ്ചാം ജാതിം മനുഷ്യനിവഹാന വിഭാവഭേദാൻ വൈകുണ്ഠ വർദ്ധിത ബലോ വൈകുണ്ഠ വർദ്ധിത ബലഃ അത ഭവത് പ്രസാദാത് വൈകുണ്ഠ വർദ്ധിത ബലഃ ഭവത് അത ഭവത് പ്രസാദാത് വൈകുണ്ഠ വർദ്ധിത ബലഃ അത ഭവത് പ്രസാദാത് വൈകുണ്ഠ വർദ്ധിത ബലഃ അത ഭവത് പ്രസാദാത് വൈകുണ്ഠവർത്തിതോ ബലോദ ഭവത് പ്രസാദാത് വൈകുണ്ഠവർത്തിത ബലോദ ഭവത് പ്രസാദാത് അംബോജയോ നിരസൃജത് കില ജീവദേഹാൻ അംബോജയോനി അസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഗുരൂഹ മയാണി തഥാ തിരഞ്ചാം സ്ഥാസ്നൂനി ദുരൂഹ സ്ഥാസ്നൂനി സുരൂഹ മയാനി തഥാ തിരഞ്ചാം ജാദുഷ്യ മനുഷ്യനിവഹാന ദേവഭേദാൻ വൈകുണ്ഠവർത്തിത ബലോദ ഭവത് പ്രസാദാത് അംബോജയോ നിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരഹമയാനി തഥാ തിരഞ്ചാം ജാതിം മനുഷ്യനിവഹാന അതിദേവഭേദാൻ വൈകുണ്ഠവർത്തിത ബലോദ ഭവത് പ്രസാദാത് അംബോജയോഃ നിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരഹമയാനി തഥാ തിരഞ്ചാം ജാതിം മനുഷ്യനിവഹാന ദേവഭേദാൻ വൈകുണ്ഠ വർദ്ധിത ബലഃ അത ഭവത് പ്രസാദാത് അംബോജ യോനിഹി അസൃജത് കില ദേവദേഹാൻ സാസ്നൂനി ഗുരൂഹ മയാണി തഥാ തിരഞ്ചാം ജാതിഹി മനുഷ്യ നിവഹാൻ അഭി ദേവഭേദാൻ ജാതിം മനുഷ്യ നിവഹാൻ അഭി ദേവഭേദാൻ. നമ്മൾ തിരിച്ചു വായിക്കുമ്പോൾ ജാതിഹി മനുഷ്യ നിവഹാൻ അഭി ഭേദാൻ എന്ന് വായിക്കണം. വൈകുണ്ഠവർത്തിത ബലോദ ഭവത് പ്രസാദാത് അംബോജ നിരസൃജത് കില ജീവദേഹാൻ സാസ്നൂനി പുരൂഹമയാനി തഥാ തിരഞ്ചാം ജാതി മനുഷ്യ നിവഹാന വിഭാവഭേദാൻ അതിദേവഭേദാൻ. ഇതിന്റെ അർത്ഥം എന്താന്ന് പറയാ, ഹേ വൈകുണ്ഠവാസിയായ ഭഗവാനെ, നിൻ തിരുവടിയുടെ അനുഗ്രഹത്താല് വർദ്ധിച്ച ബലോശയത്തോടു കൂടിയ ബ്രഹ്മദേവൻ പിന്നീട് ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്ന മരങ്ങൾ മുതലായ സ്ഥാവര വസ്തുക്കൾ, അതുപോലെ പശു പക്ഷി മൃഗാദി തിര്യവർഗങ്ങൾ, മനുഷ്യ സമൂഹം, ദേവവിശേഷങ്ങൾ എന്നിങ്ങനെയുള്ള ജീവദേഹികളെ സൃഷ്ടിച്ചു. ഹേ വൈകുണ്ഠവാസിൻ, നിൻ തിരുവടിയുടെ അനുഗ്രഹത്താൽ വർദ്ധിച്ച ബലാശയത്തോടു കൂടിയ ബ്രഹ്മദേവൻ ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന മരങ്ങൾ മുതലായ സ്ഥാവര വസ്തുക്കൾ, അതുപോലെ തന്നെ പശു പക്ഷി മൃഗാദി തിര്യവർഗങ്ങൾ, മനുഷ്യ സമൂഹം, ദേവവിശേഷങ്ങള് എന്നിങ്ങനെയുള്ള ജീവദേഹങ്ങളെ സൃഷ്ടിച്ചു പോൽ. വൈകുണ്ഠവർത്തിത ബലോദ ഭവത് പ്രസാദാത് അംബോജയോഃ നിരസൃജത് കില ജീവദേഹാൻ സാസ്നൂനി ഭൂരൂഹമയാനി തഥാ തിരഞ്ചാം ജാതിം മനുഷ്യനിവഹാന വിദേവഭേദാൻ. വൈകുണ്ഠവാസിയായ ഭഗവാനെ, നിൻ തിരുവടിയുടെ അനുഗ്രഹത്താൽ വർദ്ധിച്ച ബലാശയത്തോടു കൂടിയ ബ്രഹ്മദേവൻ പിന്നീട് ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്ന മരങ്ങൾ മുതലായ സ്ഥാവര വസ്തുക്കൾ, അതുപോലെ തന്നെ പശു പക്ഷി മൃഗാദി വസ്തുക്കൾ, തിര്യ വർഗങ്ങൾ, മനുഷ്യ സമൂഹം, ദേവവിശേഷങ്ങൾ എന്നിവയെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ ശ്ലോകം. മിഥ്യാഗ്രഹ അസ്മിമതി രാഗവികോപഭീതിഃ
മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപഭീതിഃ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സ ദൃഷ്ട്വാ. മിഥ്യാഗ്രഹാസ്മി മതിരോഗ വികോപഭീതി, മിഥ്യാഗ്രഹാസ്മി മതിരോഗ വികോപഭീതി, മിഥ്യാഗ്രഹാസ്മി മതിരോഗ വികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം ച സൃഷ്ട്വാ. ഉദ്ധാമ താമസ പദാർത്ഥ വിദൂനദൂനഃ ലൂനഃ തേന ത്വയി ത്വദീയചരണ സ്മരണം വിശുദ്ധ്യൈ. മിഥ്യാഗ്രഹാസ്മി മതിരോഗ വികോപഭീതി അജ്ഞാനവൃത്തിമതി പഞ്ചവിധാം സ ദൃഷ്ട്വാ. ഉദ്ധാമ താമസ പദാർത്ഥ വിദൂനദൂന സ്തേന ത്വദീയചരണ സ്മരണം വിശുദ്ധൈ. മിഥ്യാഗ്രഹാസ്മി മതിരോഗ വികോപഭീതി അജ്ഞാനവൃത്തിമതി പഞ്ചവിധാം സ സൃഷ്ട്വാ. ഉദ്ധാമ താമസ പദാർത്ഥ വിധാനദൂന തേന ത്വയി ത്വദീയചരണ സ്മരണം വിശുദ്ധൈ. തിരിച്ചു പറയുമ്പോൾ രണ്ടാമത്തെ ശ്ലോകം മിഥ്യാഗ്രഹ അസ്മി മതി രാഗ വികോപ ഭീതിഃ അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സ ദൃഷ്ട്വാ. ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂനഃ ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂനഃ തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധൈ. തേനേ ത്വദീയ ചരണം സ്മരണം വിശുദ്ധൈ. മിഥ്യാഗ്രഹസ്മിതി രാഗ വികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സ സൃഷ്ട്വാ. ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂന തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധൈ. ആ ബ്രഹ്മദേവൻ മിഥ്യാജാനം, അഹംഭാവം, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാന വ്യാപാരങ്ങളെ സൃഷ്ടിച്ച ശേഷം ആ ബ്രഹ്മദേവൻ എന്തൊക്കെ സൃഷ്ടിച്ചു? മിഥ്യാജ്ഞാനം, അഹംഭാവം, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാന വ്യാപാരങ്ങളെ സൃഷ്ടിച്ച ശേഷം തമോ ഗുണപ്രധാനങ്ങളായ ഏകാദശ പദാർത്ഥങ്ങളെ നിർമ്മിച്ചതിനാലുണ്ടായ മൗഢ്യത്തോടെ പരിശുദ്ധ വരുവാനായിക്കൊണ്ട് അങ്ങയുടെ പാതാരബന്ധത്തെ സ്മരിച്ചു. ആര്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ഈ തമോ ഗുണമുള്ളവരെ സൃഷ്ടിച്ചു പോയി. അപ്പൊ പാവികളെയും ഒക്കെ സൃഷ്ടിച്ചു, തമോ ഗുണമുള്ളവരെയൊക്കെ സൃഷ്ടിച്ചു. അപ്പൊ ഇവരെയൊക്കെ സൃഷ്ടിച്ചത് കൊണ്ട് ബ്രഹ്മാവിന് തന്നെത്താനെ തോന്നി, അയ്യോ ഞങ്ങൾ ഇവരെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു, അതിനൊരു പരിഹാരം ഞാൻ ചെയ്തത് തെറ്റായി പോലും, ഇങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞില്ലേ, അതിന്റെ പരിഹാരം കാണാനായിട്ട് പിന്നീട് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി എന്നാണ് പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മിഥ്യാഗ്രഹാസ്മിമതി രാഘവ പ്രകോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സ ദൃഷ്ട്വാ. ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂന തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധൈ. ആ ബ്രഹ്മദേവൻ മിഥ്യാജ്ഞാനം, അഹംഭാവം, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാന വ്യാപാരങ്ങളെ സൃഷ്ടിച്ച ശേഷം തമോ ഗുണപ്രധാനങ്ങളായ ഏകാദശ പ്രധാനങ്ങളെ സൃഷ്ടിച്ചതിനാൽ ഉണ്ടായ മൗഢ്യത്തോടുകൂടി അതിൽ നിന്നും പരിശുദ്ധി ലഭിക്കുവാനായി അങ്ങയുടെ പാതാരബന്ധത്തെ തന്നെ വീണ്ടും ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെടാത്ത ആൾക്കാരെയും കൂടെ സൃഷ്ടിച്ചു കഴിഞ്ഞു, പാപികളെയൊക്കെ. അപ്പൊ അതിന് പരിഹാരം കാണുവാനായിട്ട് അങ്ങനെ ചെയ്തപ്പോൾ അങ്ങേർക്ക് മൗഢ്യമായി പോയി. ആ മൗഢ്യം വന്നിട്ട് അദ്ദേഹം മഹാവിഷ്ണുവിനെ കാണാനായിട്ട് പിന്നെയും പോയി. മഹാവിഷ്ണുവിന്റെ പാതാരബന്ധങ്ങളിൽ വീണ്ടും തൊടാനായിട്ട് തെറ്റ് ചെയ്തു പോയി. ആവശ്യമില്ലാത്തവരെയൊക്കെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് അടുത്ത ശ്ലോകം എന്താണ്? താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതന മുനിം ച സനത് കുമാരം തേ സൃഷ്ടി കർമ്മണി തു തേന നിയുജ്യമാന തുത്പാദ ഭക്തിരസിഹ ജുഹുർണവാണിം. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതന മുനിം ച സനത് കുമാരം തേ സൃഷ്ടി കർമ്മണി തു തേന നിയുജ്യമാനാഃ തുത്പാദ ഭക്തിരസികാഃ ജുഗ്രഹുനവാണിം. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയാ സനത് മുനിം ച സനത് കുമാരം തേ സൃഷ്ടി കർമ്മണി തു തേന നിയുജ്യമാനാഃ തുത്പാദ ഭക്തിരസികാഃ ജുഗ്രഹുനവാണിം. താവത് സസർജേ മനസാ സനകം സനന്ദം ഭൂതഃ സനാതന മുനിം ച സനത് കുമാരം തേ സൃഷ്ടി കർമ്മണി തു തേന നിയുജ്യമാനാഃ തുത്പാദ ഭക്തിം രസികാഃ ജുഗ്രഹു ന വാണിം. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയസ്തനാതന മുനിം ച സനത് കുമാരം തേ സൃഷ്ടി കർമ്മണി തു തേന നിയുജ്യമാനാഃ
ത്വത്പാദ ഭക്തി രസിക ജുഗുർഹുർണവാണിം. അപ്പോഴേക്ക് മനഃശക്തി കൊണ്ട് സനകനെയും സനന്ദനെയും പിന്നീട് സനാതന മുനിയെയും സനത് കുമാരൻ എന്ന മഹർഷിയെയും അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞു. ആ ബ്രഹ്മദേവനാൽ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ടവരായ അവരാകട്ടെ അങ്ങയുടെ പാദസേവകളിൽ കൊതുകുകളായി ആ വാക്യത്തെ സ്വീകരിച്ചില്ല. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? സനത്കുമാരന്മാരെ സൃഷ്ടിച്ചു. സനത്കുമാരന്മാരെ സൃഷ്ടിച്ച് അവരോട് പിന്നീട് മറ്റുള്ളവരെ സൃഷ്ടിക്കാൻ പറഞ്ഞു. എന്നാല് സനത്കുമാരന്മാർ അതിന് സഹകരിച്ചില്ല. അവർക്ക് അതിന്റെ ഇഷ്ടം തോന്നിയില്ല. അവർ പിന്നെയും സൃഷ്ടിക്ക് അവര് തയ്യാറായില്ല. സനത്കുമാരെ സൃഷ്ടിച്ച ശേഷം പിന്നീടുള്ള സൃഷ്ടിയെ സനത്കുമാരെ ഏൽപ്പിച്ചപ്പോൾ അതിനവർ തയ്യാറായില്ല. അപ്പൊ അവർക്ക് ബ്രഹ്മചാരികൾ തന്നെ മതി എന്ന് പറഞ്ഞ് അവര് പിന്നെയും മഹാവിഷ്ണു തന്നെ ശരണം പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നാരായണഭട്ടതിരിപ്പാട് പറയുന്നത്. താവത്സ സർജ മനസ സനകം സനന്ദം ഭൂയ സനാതന മുനിം ച സനത്കുമാരം തേ സൃഷ്ടി കർമ്മണി തു തേന നിയുജ്യമാന ത്വത്പാദ ഭക്തിരസിക ജുഗുർനവാണിം ജഗ്രുഹു നവാണിം. അപ്പോഴേക്ക് മനഃശക്തി കൊണ്ട് സനകനെയും സനന്ദനെയും പിന്നീട് സനത്കുമാരമുനിയെയും സനാതനെയും സനത്കുമാരനെയും അദ്ദേഹം ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ആ ബ്രഹ്മദേവനാൽ വീണ്ടും സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ടവരായ ആ സനത് കുമാരന്മാർ എന്ന് പറയുന്ന സനകനും സനന്ദനും സനാതന മുനിയും സനത് കുമാരനും അതിനെ സമ്മതിച്ചില്ല. അവർ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ടിട്ട് പോലും അവരാകട്ടെ അങ്ങയുടെ പാദസേവയിൽ കൊതുകുകളായി ആ വാക്യത്തെ സ്വീകരിച്ചില്ല. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും സൃഷ്ടിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ആ സനത്കുമാരന്മാരെ ആദ്യം സൃഷ്ടിച്ചു ബ്രഹ്മാവ്, അവര് പിന്നീട് സൃഷ്ടിക്കാൻ അവര് തയ്യാറായില്ല. താവത് അത് അങ്ങനെയാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭൂമധൃതോ ജനി മൃഡോ ഭവദേകദേശഃ. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭൂമധൃതോ ജനി മൃഡോ ഭവദേകദേശഃ. നാമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ചേ ത്യാദൗ രുരോധ കില തേന സരുദ്രനാമാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭൂമദ്യുതോ ജനി മൃഡോ ഭവദേകദേശഃ. നാമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ചേ ത്യാദൗ രുരോധ കില തേന സരുദ്രനാമാം. നാലാമത്തെ ശ്ലോകം. അതായത് താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭൂമധ്യതോ ജനി മൃഡോ ഭവദേകദേശഃ. നാമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ചേ യാതോ തിരോധ കില തേന സരുദ്രരാമാം. താവത് പ്രകോപം ഉദിതം താവത് പ്രകോപം ഉദിതം പ്രതിരുന്ധതഃ ആദ്യ. താവത് പ്രകോപം ഉദിതം പ്രതിരുന്ധതഃ അസ്യ ഭൂമദ്വൈത അജനി മൂഢഃ ഭവത് ഏകദേശഃ. ഭ്രൂമദ്യുതഃ രജനി മൂഢഃ ഭവത് ഏകദേശഃ. ഭ്രൂമദ്യുതഃ അജനി മൂഢഃ ഭവത് ഏകദേശഃ. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമദ്യുതോ ജനി മൃഡോ ഭവദേകദേശഃ. നാമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ചേ. നാമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ചേ ത്യാദൗ രുരോധ കില തേന സരുദ്രനാമാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമദ്രുത അജനി മൂഢഃ ഭവത് ഏകദേശഃ. നാമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ച ഇതി ആദൗ രുരോധ കില തേന സരുദ്രനാമാം. അപ്പോൾ ഉണ്ടായ ഭഗവാൻ സനത്കുമാരന്മാരോട് സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ അവരെ സൃഷ്ടിക്കാൻ വിസമ്മതിച്ചുവല്ലോ. അപ്പോൾ ഉണ്ടായ കോപത്തെ അടക്കുവാനായി ശ്രമിക്കുന്നവനായ ആ സൃഷ്ടാവിന്റെ പുരികക്കൊടികളുടെ മധ്യഭാഗത്തു നിന്നും നിൻതിരുവടിയുടെ തന്നെ ഒരു അംശമായ ഒരു മംഗള വിഗ്രഹൻ ഉത്ഭവിച്ചു. ഹേ പ്രജാപതി, എനിക്ക് നാമങ്ങളെയും വാസസ്ഥാനങ്ങളെയും കൽപ്പിച്ചരുളിയാലും എന്നിങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ കരഞ്ഞുകൊണ്ട് ഉണർത്തിച്ചു പോൽ. അതിനാൽ രുദ്രൻ എന്ന പേരോട് കൂടിയവനായി തീർന്നു. അതായത് ശിവന്റെ ജനനമാണ് പറയുന്നത്. ശിവൻ എങ്ങനെയാണ് വന്നത്? ശിവന് നമ്മൾ രുദ്രൻ എന്നാ പറയുന്നത്. അതായത് ബ്രഹ്മാവ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ബ്രഹ്മാവിന്റെ അടുത്ത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട സനത് കുമാരന്മാർ ബ്രഹ്മാവ് പറഞ്ഞത് കേൾക്കാതെ ഭഗവാനോട് തന്നെ ശരണം പ്രാപിച്ചു. ഞങ്ങൾക്ക് ഇനി കുടുംബമൊന്നും വേണ്ട, ഞങ്ങൾ കുട്ടികളൊന്നും സൃഷ്ടിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് അവർ നാലുപേരും മഹാവിഷ്ണുവിന്റെ അടുത്ത് തന്നെ പോയത്. അതേ സമയത്ത് അതിനുകൊണ്ട് ദേഷ്യപ്പെട്ട ബ്രഹ്മാവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെ ഞാൻ അവർ ചെയ്തില്ലല്ലോ. അപ്പൊ ആ ദേഷ്യപ്പെട്ട ബ്രഹ്മാവിന്റെ
പുരികക്കൊടികളുടെ മധ്യഭാഗത്തിൽ നിന്നും മഹാവിഷ്ണു തിരുവടിയുടെ തന്നെ അംശമായ ഒരു മംഗള വിഗ്രഹൻ ഉത്ഭവിച്ചു. ഹേ പ്രജാപതി, എനിക്ക് നാമങ്ങളെയും വാസസ്ഥാനങ്ങളെയും കൽപ്പിച്ചരുളിയാലും എന്നിങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ കരഞ്ഞുകൊണ്ട് ഉണർത്തിച്ചപ്പോൾ അതിനാൽ രുദ്രൻ എന്ന പേരോടുകൂടിയവനായി തീർന്നു. അതായത് ബ്രഹ്മാവ് ദേഷ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്നും നെറ്റിക്ക് നടുക്കിൽ നിന്നും ഉത്ഭവിപ്പിക്കപ്പെട്ടവരാണ് ഒരു രുദ്രൻ. ആ രുദ്രനല്ല ഒരു രൂപത്തെ സൃഷ്ടിച്ചു, ഒരു മംഗള വിഗ്രഹത്തെ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ പുരികക്കൊടികളിൽ ഇടയ്ക്ക് നിന്ന്. അപ്പൊ അതിന് പുറത്തേക്ക് വന്നപ്പോൾ അതിന് പേരില്ല. അപ്പൊ എനിക്കൊരു പേര് നൽകിയാലും എന്ന് മഹാവിഷ്ണുവിനടുത്ത് അത് യാചിച്ചപ്പോൾ അതിനെയാണ് രുദ്രൻ എന്ന് മഹാവിഷ്ണു പേരിട്ടത്. അപ്പോൾ ഉണ്ടായ കോപത്തെ അടക്കുവാനായി അതായത് സനത്കുമാരന്മാരെ സൃഷ്ടിക്കാൻ വിസമ്മതിച്ചപ്പോൾ കോപത്തെ അടക്കുന്നവനായ ആ സൃഷ്ടാവിന്റെ പുരികക്കൊടികളുടെ മധ്യഭാഗത്തിൽ നിന്നും നിൻ തിരുവടിയുടെ ഒരു അംശമായ ഒരു മംഗള വിഗ്രഹൻ ഉത്ഭവിച്ചു. ഹേ പ്രജാപതി, എനിക്ക് നാമങ്ങളെയും വാസസ്ഥാനങ്ങളെയും കൽപ്പിച്ചറിയാലും എന്നിങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ കരഞ്ഞുകൊണ്ട് ഉണർത്തിച്ചു. അതിനാൽ രുദ്രൻ എന്ന പേരോടുകൂടിയ ആളായി തീർന്നു. അപ്പൊ ബ്രഹ്മാവൻ സൃഷ്ടിച്ചു കഴിഞ്ഞു, രുദ്രനും വന്നു കഴിഞ്ഞു. ബ്രഹ്മാവിന്റെ പുരികക്കൊടികളുടെ ഇടയ്ക്ക് നിന്നാണ് രുദ്രൻ ഉത്ഭവിച്ചത്. അപ്പൊ പുറത്തേക്ക് വന്നപ്പോൾ പേരുണ്ടായിരുന്നില്ല. എനിക്ക് പേര് വേണമെന്ന് മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചപ്പോൾ രുദ്രൻ എന്ന മഹാവിഷ്ണു തന്നെ പേരിട്ട് കൊടുത്തു. അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. താവത് പ്രകോപമുദിതം പ്രതിരുദ്ധദോസ്യ ബ്രഹ്മദ്രുതോ ജനിമൃഡോ ഭവദേകദേശക നാമാനി മേ ഗുരുപദാനി ച ഹാവീരിഞ്ച ത്യാദോരുരോധകില തേന സരുദ്രനാമ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അടുത്ത ശ്ലോകം, 5ാമത്തെ ശ്ലോകം. ഏകാദശയാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിതായ ദയിതാ വനിതാശ്ച ദത്വാം താവദ്യദത്ത പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാര വിരചനായ ച സാദരം തം. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാം താവത് അന്ത്യദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ സദാദരം തം. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാം താവന്തി അദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാഃ വനിതാഃ ച ദത്വാ താവന്തി അദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തേ. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാര വിരചനായ സാദരം തം. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാര വിരചനായ ച സാദരം തം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നിൻതരുവടിയാൽ പ്രേരിതനായ ആ ബ്രഹ്മാവ് രുദ്രനെ 11 പേരോടുകൂടി വെവ്വേറെ രൂപങ്ങളും കൂടിയവനാക്കിയിട്ട് അതിപ്രിയകളായ ശ്രീരത്നങ്ങളെ നൽകി. ബ്രഹ്മാവ് രുദ്രനെ സൃഷ്ടിച്ചു. എന്നിട്ട് രുദ്രന് പേരുണ്ടായിരുന്നില്ല. നിൻതരുവടിയാൽ പ്രേരിതനായ ആ ബ്രഹ്മാവ് രുദ്രന്റെ അപേക്ഷയും കേട്ടു. എന്നിട്ട് രുദ്രനെ 11 പേരുകളോടും വെവ്വേറെ രൂപങ്ങളോടും കൂടിയവനാക്കി. രുദ്രൻ വന്നു. ആ രുദ്രനെ 11 പേരോടുകൂടിയും വെവ്വേറെ രൂപങ്ങളുള്ളവനായി ബ്രഹ്മാവ് തന്നെ ആക്കി. എന്നിട്ട് അവർക്ക് വേണ്ട അതിപ്രിയകളായ സ്ത്രീകളെയും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അപ്പൊ അത്രയും സ്ഥാനങ്ങളെയും കൽപ്പിച്ചരുളി അദ്ദേഹത്തോട് പ്രജകളെ സൃഷ്ടിക്കുന്നതിന് ആദരവോടുകൂടി ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രഹ്മാവ് രുദ്രനെ സൃഷ്ടിച്ചു. രുദ്രനെ സൃഷ്ടിച്ചു വന്നപ്പോൾ ആ രുദ്രനെ തന്നെ 11 രൂപങ്ങളാക്കി. 11 രൂപങ്ങൾ ഒരേ രൂപത്തിലുള്ള രുദ്രൻ, 11 വിവിധ രൂപത്തിലുള്ള വിവിധ രൂപത്തിലുള്ള രൂപങ്ങളാക്കി. ആ രൂപങ്ങൾക്ക് വേണ്ടി അതിപ്രിയകളായ സ്ത്രീകളെയും സൃഷ്ടിച്ചു. ഈ സ്ത്രീകളെയും ആ രൂപങ്ങൾക്ക് നൽകി. രുദ്രന്റെ 10 പേരെ അതുപോലെ ആക്കി. 11 പേരോടായി. രുദ്രനും ചേർത്ത് 11 പേരായി. അപ്പൊ നിൻതരുവടിയാൽ പ്രേരിതനായ ബ്രഹ്മാവ് രുദ്രനെ 11 പേരുകളോടും വെവ്വേറെ രൂപങ്ങളോടും കൂടിയവനാക്കി. രുദ്രനെ 11 പേരുകളോടും വെവ്വേറെ രൂപങ്ങളോടും കൂടിയവനാക്കിയിട്ട് അതിപ്രിയകളായ സ്ത്രീകളെയും 11 സ്ത്രീകളെയും സൃഷ്ടിച്ച്
ആ രുദ്രനെ ഏൽപ്പിച്ചിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ പോയി സൃഷ്ടിക്കുക, ഇനി ബാക്കിയുള്ള പ്രജകളെ നിങ്ങൾ സൃഷ്ടിക്കുക എന്ന് ബ്രഹ്മാവ് ആ രുദ്രനെയും ബാക്കിയുള്ള 10 പേരെയും ആദരവോടുകൂടി ആവശ്യപ്പെടുകയും ചെയ്തു. ഏകാദശാഹുയതയാച വിഭിന്ന രൂപം രുദ്രം വിദായ ദയിതാ വനിതാച്ഛദത്വ താവന്ത്യദത്ത പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാരവിരചനായ ച സാദരം തം. നിന്തിരുവിടിയാൽ പ്രേരിതനായ ആ ബ്രഹ്മാവ് രുദ്രനെ 11 പേരുകളോടും വെവ്വേറെ രൂപങ്ങളോടും കൂടിയവനാക്കിയിട്ട് അതിപ്രിയകളായ ശ്രീരത്നങ്ങളെയും നൽകി അത്രയും സ്ഥാനങ്ങളെയും കൽപ്പിച്ചരുളി അദ്ദേഹത്തോട് പ്രജകളെ സൃഷ്ടിക്കുന്നതിന് ആദരവോടെ ആവശ്യപ്പെടുകയും ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇതോടെ നമ്മുടെ ഇന്നത്തെ 10ാം ദശകത്തിലെ സൃഷ്ടി ഭേദവർണ്ണനം, ഈ ഭേദവർണ്ണനത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ പാരായണവും അവതരണവും സമാപിച്ചിരിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ 10ാം ദശകത്തിന്റെ അടുത്ത 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ അവതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. നാരായണ നാരായണ നാരായണ.